നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ തന്നെ കഴിഞ്ഞു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഏകദേശം ഒരു 92% അവിടെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരു അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 29 അവിടെ നടക്കും. അവിടേക്കും കൂടിയാണ് ഇനി ആ ഘട്ടത്തിൽ കൂടി എത്രത്തോളം പോളിംഗ് ശതമാനം ഉണ്ടാകും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനടക്കം പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാർ അമിത്ഷാ അടക്കം നേരിട്ടെത്തി വലിയ രീതിയിലൊരു പ്രചാരണം നടത്തിയിട്ടുണ്ട് പശ്ചിമ ബംഗാളിൽ. നമുക്കറിയാം എത്രത്തോളം ഇത്തവണ പശ്ചിമ ബംഗാളിൽ BJPക്ക് അവിടെ ഒരു കളം നിറയാൻ സാധിക്കും എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതേസമയം തന്നെ മമതാ ബാനർജിയും ആത്മവിശ്വാസത്തിലാണ് പൂർണ്ണമായിട്ടും ഇത്തവണയും അവിടെ അവർ തന്നെ ഭരണത്തിൽ വരും എന്നുള്ളത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫസ്റ്റ് ഒരു ഘട്ട പോളിംഗ് ഒക്കെ കഴിയുമ്പോൾ ഈ പോളിംഗ് ശതമാനമൊക്കെ തന്നെ നമ്മൾ വിലയിരുത്തുമ്പോൾ എത്രത്തോളം BJPക്ക് അവിടെ ഇത്തവണയെങ്കിലും ഒരു മുഖ്യമന്ത്രി അവിടെ ഉണ്ടാകുമോ എന്ന് നമുക്ക് എത്രത്തോളം അതിനെ വിലയിരുത്താം? അല്ല, BJP അതിനെ കാണുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം അവർക്ക് ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ തവണ അങ്ങനെ തന്നെ ആയിരുന്നു. കഴിഞ്ഞ തവണ അവർ ഭരണം പിടിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ 77 സീറ്റിൽ ഒതുങ്ങി. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നാണ് BJP 77ലേക്ക് വരുന്നത്. പിന്നീട് ഇത്തവണ ഈ 77 നിന്നുള്ള ഒരു മുന്നേറ്റമാണ്. അത് 100 കടക്കുമെന്ന് ഏതാണ്ട് എല്ലാ സർവേകളും ഇതിനോടകം തന്നെ പ്രവചിച്ചിട്ടുണ്ട്. ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ അഭിപ്രായ സർവേകളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു മിക്സഡ് റെസ്പോൺസാണ്. കുറച്ച് സർവേകൾ മമത തുടരുമെന്ന് പറയുമ്പോൾ കുറച്ച് സർവേകൾ BJP അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. എന്തായാലും പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വരുന്ന കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് BJPക്ക് അനുകൂലമായ ഒരു തരംഗമെന്നാണ്. മാത്രമല്ല, ഈ വനിതാ സംവരണ ബില്ല് അതിനുശേഷമാണ് വരുന്നത്. അതിനുശേഷം ഈ സംസ്ഥാനത്തുണ്ടായ വലിയ വോട്ടിംഗ് ശതമാനം, പശ്ചിമ ബംഗാളിൽ ഉണ്ടായിട്ടുള്ള റെക്കോർഡ് ഭൂരിപക്ഷം എന്ന് പറയുന്നത് 84%. ആ 84% ഭൂരിപക്ഷം ഉണ്ടായപ്പോൾ 34 വർഷം തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിലംപൊത്തി. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് 92%. അപ്പോൾ അവിടെ ഒരു തരംഗമുണ്ട് എന്നതിൻ്റെ സൂചന പോളിംഗ് ശതമാനം നൽകുന്നുണ്ട്. അത് ആർക്ക് അനുകൂലമാണ് എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. BJP അവകാശപ്പെടുന്നത്, ഇപ്പോൾ ഈ പോളിംഗ് ശതമാനമൊക്കെ ഉയർന്നതോടുകൂടി BJP അവകാശപ്പെടുന്നത് BJPക്കാണ് വിജയമെന്നാണ്. എന്തായാലും കേന്ദ്രസേനകളുടെ സാന്നിധ്യം, SIR ഇതെല്ലാം ഈ പോളിംഗ് ശതമാനം ഉയർത്തിയെന്നാണ് പലരും പറയുന്നത്. അതായത് ഈ SIRൽ 12% കുറവാണ് ഈ ഇതിലുണ്ടായിട്ടുള്ളത്. പോളിംഗ് ഈ വോട്ടർ പട്ടികയിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ 12% എന്ന് പറയുന്നത് മരിച്ചവർ, ഡബിൾ വോട്ടുള്ളവർ, അതോടൊപ്പം തന്നെ അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്നും കുടിയേറി പാർത്തവർക്കൊക്കെ വോട്ടുണ്ടായിരുന്നു. ഇതെല്ലാം എലിമിനേറ്റ് ചെയ്തു പോയി. അത് വോട്ടിംഗ് ശതമാനം ഉയരാൻ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ബംഗാളിലെ ഈ പോളിൽ ചെയ്യാൻ ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമുണ്ട്. റൂളിംഗ് പാർട്ടി മറ്റ് പാർട്ടിക്കാരെ വോട്ട് ചെയ്യാൻ വരുന്നതിൽ നിന്ന് തടയും. ബംഗാളിൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അക്രമം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. വ്യാപകമായ അക്രമമാണ് എല്ലായിടത്തും നടക്കുക. പക്ഷേ ഇത്തവണ ഈ കേന്ദ്രസേനയുടെ സാന്നിധ്യം കാരണം ഈ അക്രമം കുറഞ്ഞു. ജനങ്ങൾ ഭയരഹിതരായി വോട്ട് ചെയ്യാനെത്തി. അത് മമതാ ബാനർജിക്ക് തിരിച്ചടിയാകും എന്നാണ്. കാരണം SIR മമതാ ബാനർജിക്ക് ഓൾറെഡി തിരിച്ചടിയാകുമെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. കാരണം മമത തന്നെ അതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. കേന്ദ്രസേന വന്നതിനെയും അവർ എതിർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളാണ് ഇപ്പോൾ BJP ഉയർത്തി കാട്ടുന്നതും. അമിത്ഷാ അടക്കം അവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും അവിടെ നിന്ന് കേന്ദ്രസേന ഇനി മാറില്ല. ആ കേന്ദ്രസേന ഏകദേശം 2 ലക്ഷത്തിലധികം കേന്ദ്രസേനയാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ അവർ പോകില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 2.5 ലക്ഷത്തോളം കേന്ദ്രസേനയാണ്. അതായത് ഈ ഞാൻ ബംഗാളിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അപ്പം ആ സമയം എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. അപ്പോൾ അവിടുത്തെ ഒരു RSSൻ്റെ ഒരു പ്രചാരകനെ കാണാൻ ഞാൻ ശ്രമിച്ചു. കൽക്കത്തയുടെ നോർത്ത് പർഗാനാസിലെ ഒരു സംഘപ്രചാരകനെ കാണാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലമോ ഒന്നും കണ്ടെത്താനായില്ല. പക്ഷേ ഒരുപാട് പരിശ്രമിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം എനിക്ക് കണ്ടെത്താൻ പറ്റി. അവിടെ അദ്ദേഹം ഒരു ഒറ്റമുറി വീട്ടിൽ ഒരു ഭാഗത്ത് പായ വിരിച്ച് മറുഭാഗത്ത് അദ്ദേഹത്തിൻ്റെ സൈക്കിൾ വെച്ച് അതിൻ്റെ ഒരു മൂലയ്ക്കൊരു സ്റ്റവും വെച്ച് അദ്ദേഹം താമസിക്കുകയാണ്.
അവിടേക്ക് കടന്നു ചെന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൊരു സംശയവും ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ആരാണ് എന്നെ കാണാൻ വരുന്നത് എന്നുള്ള രീതിയിൽ. പിന്നീട് സംസാരിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിന് കൃത്യമായ മനസ്സിലായി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് വളരെ രഹസ്യമായിട്ടാണ് അദ്ദേഹം അവിടെ സംഘടനാ പ്രവർത്തനം ചെയ്യുന്നത്. അദ്ദേഹം അവിടുത്തെ RSSൻ്റെ ആളാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജീവന് പോലും ഭീഷണിയുണ്ട്. അപ്പം ആ രീതിയിലാണ് അന്ന് RSSൻ്റെയും BJPയുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഇത് CPMൻ്റെ ഭരണകാലത്താണ്. CPM അവിടെ ഭരിക്കുമ്പോൾ 2011 അവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്നാണ് BJP ഇന്ന് മുഖ്യ പ്രതിപക്ഷമായി മാറുന്നത്. ഈ CPMഉം കോൺഗ്രസും ഒക്കെ അവിടെ നിന്ന് തുടച്ച് നീക്കപ്പെട്ടു. BJP മമതാ ബാനർജിയെ എതിർക്കുന്ന ഒരു ശക്തിയായി വരുന്നു. അപ്പോൾ അത്രമാത്രം വലിയ പോരാട്ടം നടത്തിയിട്ടാണ് BJP ഇന്നത്തെ ഒരു നിലയിലേക്ക് ആ സംസ്ഥാനത്ത് വരുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയ വോട്ടിംഗ് അട്ടിമറിക്കുക എന്ന ഒരു രീതി പണ്ട് CPMൻ്റെ ഭരണകാലത്ത് മുതൽ തന്നെ ഉണ്ടായിരുന്നു. അത് മമതാ ബാനർജി അത് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അതിപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ അത് ഇല്ലാതാക്കാനാണ് കേന്ദ്രസേന രംഗത്ത് വന്നത്. സത്യത്തിൽ കേന്ദ്രസേനയെ വരുന്നതിനെ സംസ്ഥാന സർക്കാർ ശക്തമായി എതിർത്തു. സുപ്രീം കോടതിയുടെ ഇടപെടൽ ഈ ഭാഗ്യത്തിന് ഈ സമയത്തുണ്ടായതുകൊണ്ടാണ് ഇത്രയധികം കേന്ദ്രസേനയെ വിന്യസിക്കാൻ കഴിഞ്ഞത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതൊരു ചാൻസ് ആയിട്ട് എടുക്കുകയും അവരതിനെ ഭംഗിയായി ചെയ്യുകയും ചെയ്തു. അവിടെ അക്രമം തലപൊക്കുന്നവരെല്ലാം അടിച്ചമർത്താൻ നമ്മൾ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്. അത്രമാത്രം ശല്യക്കാരെ അവർ അടിച്ചമർത്തിയിട്ടുണ്ട്. ഇനി മാറില്ല, കേന്ദ്രസേന ഉടനൊന്നും അവിടെ നിന്ന് പിൻവലിയില്ല എന്ന് അമിത്ഷാ പറയുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഉദ്ദേശമുണ്ട്. കാരണം ഈ പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയം അത് ഇത്രമാത്രം സ്വാർത്ഥമായ രാഷ്ട്രീയമാണ്. സ്വന്തം പാർട്ടി അല്ലെങ്കിൽ സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയം വളർന്നു വരുമ്പോൾ ഇതൊരു അതിർത്തി സംസ്ഥാനം കൂടിയാകുമ്പോൾ രാജ്യസുരക്ഷയ്ക്ക് വലിയൊരു ഭീഷണിയാണ്. പ്രത്യേകിച്ച് നമ്മുടെയുള്ള സിലിഗുരി കോറിഡോർ, ചിക്കൻ നെക്ക് എന്ന് പറയുന്ന സിലിഗുരി കോറിഡോറിനൊക്കെ വലിയ ഭീഷണിയാകുന്ന തരത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ നുഴഞ്ഞുകയറ്റം നടക്കുന്നു. ആ നുഴഞ്ഞുകയറ്റത്തെ തടയണമെന്ന് പല പ്രാവശ്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മമതാ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അതിനുള്ള നടപടികൾ പശ്ചിമ ബംഗാൾ സർക്കാർ കൈക്കൊണ്ടില്ല. അപ്പോൾ ഇതൊരു അവസരമായി കാണുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ സെൻട്രൽ ഫോഴ്സസിനെ നിയോഗിച്ചാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും ആവശ്യമുണ്ടെങ്കിൽ ആ സംസ്ഥാനത്ത് തുടരാം. അവിടെ ലോ ആൻഡ് ഓർഡർ കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അത് പ്രശ്നബാധിതമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒക്കെ ആ ഫോഴ്സിനെ അവിടെ തുടരാം. ഘട്ടം ഘട്ടമായി മാത്രം പിൻവലിച്ചാൽ മതി. ഇപ്പോൾ ഈ കേന്ദ്രസേന ഉപയോഗിക്കുന്ന പശ്ചിമ ബംഗാളിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. അത് ജമ്മു കാശ്മീരിലും മറ്റും ഭീകരവാദത്തെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളും മറ്റുമൊക്കെ അവർ അത് ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ചില രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉയർന്നു പൊങ്ങിയിരുന്നു. ഈ സിലിഗുരി കോറിഡോറിനെതിരെ ബംഗ്ലാദേശിൽ നിന്ന് പോലും ഭീഷണി ഉയർന്നത് നമ്മൾ കണ്ടു. അതായത് 50 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യ, 7ഓളം വരുന്ന സംസ്ഥാനങ്ങൾ ഈ സിലിഗുരി കോറിഡോർ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് നഷ്ടമാവുകയാണ്. അപ്പോൾ അതൊരു വലിയ സുരക്ഷാ ഭീഷണിയാണ്. അപ്പോൾ അതിനെ നേരിടാൻ ഈ പശ്ചിമ ബംഗാളിനെ രണ്ടായി വിഭജിക്കുന്നതടക്കമുള്ള ചില പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. അതെല്ലാം ഒരുപക്ഷെ ഇനിയും വളരെ സജീവമായി തന്നെ കേന്ദ്ര സർക്കാർ പരിഗണിക്കുമെന്നാണ് തോന്നുന്നത്. BJP അധികാരത്തിൽ വരുന്നുവെങ്കിൽ തീർച്ചയായും ആ ഗവൺമെൻറ് സെൻട്രൽ ഫോഴ്സസിനെ റീറ്റെയിൻ ചെയ്യും. അല്ല, മമതാ സർക്കാരാണ് വരുന്നതെങ്കിലും സെൻട്രൽ ഫോഴ്സസ് തുടരാനുള്ള ഒരു പ്രയത്നം കേന്ദ്ര സർക്കാർ നടത്തുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഇന്ത്യയുടെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാം, പഴയ ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് പറയുന്നത്. ചുമ്മാ കയറി ഒരു ശത്രു രാജ്യത്തിന് നമ്മളെ കയറി അടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ചൊറിയാൻ പോലും നിന്ന് കഴിഞ്ഞാൽ ഇന്ന് ഒന്ന് ഭയക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് അമിത്ഷാ ഒക്കെ ഈ നക്സലുകൾക്ക് അവർക്കെതിരെ എടുക്കുന്ന നടപടികൾ, അവർ ചുമ്മാ കീഴടങ്ങിയാൽ അവരെ പിടിച്ച് ജയിലിലിടുമൊന്നുമല്ല. അവർക്ക് നല്ല മെഡിക്കൽ ഇൻഷുറൻസുകൾ, പിന്നെ അവരുടെ മക്കൾക്കൊക്കെ വിദ്യാഭ്യാസം നൽകുക, ഒരുപാട് എത്ര നക്സലേറ്റുകളാണ് അവർ കീഴടങ്ങുന്നതും നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഭാവിയിൽ ഈ പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാൾ പിടിക്കേണ്ടത് സത്യം പറഞ്ഞാൽ BJPയുടെ ഒരു അത്യാവശ്യമാണ് രാജ്യസുരക്ഷയെ സംബന്ധിച്ച്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഇന്ത്യക്കെതിരെ നിരന്തരം ഭീഷണികൾ ഓരോ രാജ്യങ്ങളും മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നുഴഞ്ഞുകയറ്റക്കാർ അവരും അധികമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും BJPക്ക് അവിടെ അധികാരത്തിൽ വന്ന് നമ്മുടെ രാജ്യസുരക്ഷയെ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുക അല്ലെങ്കിൽ ഒന്നും കൂടി സുരക്ഷിതമാക്കേണ്ടതും അനിവാര്യമാണ് എന്ന് തന്നെ പറയാം. പിന്നെ ഇത്തവണ അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള മോദി ഗ്യാരണ്ടികൾ, അതും കൂടുതലും സ്ത്രീകൾക്ക്
ഒരു കുറച്ച് പ്രാധാന്യം നൽകുന്നതാണ്. അത് ഞാനും ഈ പോയിന്റ്സ് നോക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. അതിൽ കുറച്ച് കാര്യങ്ങൾ, ഒന്ന് അവിടെയുള്ള സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് 36,000 രൂപ വരെ നൽകുന്നു. അതുപോലെ തന്നെ ബിരുദ പഠനം പൂർത്തിയാക്കിയിട്ടുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനായിട്ട് 50,000 രൂപ, ഗർഭിണികൾക്ക് 21,000 രൂപ വരെ സഹായം. അതുപോലെ പോലീസ് സേനയിൽ വൻതോതിൽ സ്ത്രീകളെ നിയമിക്കും. ആയുഷ്മാൻ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ. അങ്ങനെ തുടങ്ങി സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു മോദി ഗ്യാരണ്ടിയാണ് അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടി നമുക്ക് പറയാം. അതെ, സ്ത്രീ വോട്ടർമാരുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ സ്ത്രീ വോട്ടർമാരുടെ ഒരു പിന്തുണ അത് ഉറപ്പുവരുത്താനായി BJP കഴിഞ്ഞ കുറേ നാളുകളായി തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രയോജനം അവർക്ക് പല സംസ്ഥാനങ്ങളിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കേരളത്തിൻ്റെയും അതുപോലെ തന്നെ അസമിൻ്റെയും ഒക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതാണെങ്കിൽ പോലും ആ സമയത്ത് വനിതാ സംവരണ ബില്ല് കൊണ്ടുവരുന്നു, വനിതാ സംവരണ ബില്ല് പരാജയപ്പെടുന്നു. അപ്പോൾ അത് കോൺഗ്രസും അതുപോലെ തന്നെ മമതാ ബാനർജിയും ചേർന്നിട്ടാണ് ആ വനിതാ സംവരണ ബില്ല് പരാജയപ്പെടുത്തിയത് എന്ന് ശക്തമായ പ്രചരണം പശ്ചിമ ബംഗാളിൽ BJP നടത്തി. ബംഗാളിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനത്തും നടത്തി. പക്ഷേ ബംഗാളിലാണ് അവർക്ക് ഏറ്റവും അധികം പ്രയോജനം ലഭിക്കാൻ പോകുന്നത് എന്നൊരു തോന്നൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ രീതിയിലുള്ളൊരു പ്രചരണം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് വനിതാ സംവരണ ബില്ലിനെ എതിർക്കുന്നതിലൂടെ മമതാ ബാനർജി സംസ്ഥാനത്തെ വനിതകളെ അപമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വഞ്ചിച്ചിരിക്കുന്നു എന്നൊരു പ്രചരണം BJP നടത്തിയത്. അപ്പോൾ അതെല്ലാം ഈ വോട്ടിംഗ് ദിവസം തന്നെ നരേന്ദ്രമോദിയുടെ പോസ്റ്റ് അത്രമാത്രം ഒരു വോട്ടിംഗ് ദിവസം ആരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാറില്ല, പക്ഷേ എല്ലാവരും ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ പങ്കെടുക്കണമെന്ന് പറയാറുണ്ട്. പക്ഷെ ആ സമയത്തും പ്രധാനമന്ത്രിയുടെ പോസ്റ്റിൽ ഒളിപ്പിച്ചു വെച്ചത് യുവാക്കളും വനിതകളും പ്രത്യേകമായി തന്നെ ഇതിൽ പങ്കെടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ ആഹ്വാനമാണ്, അതിൻ്റെ ഒരു വ്യക്തമായ സൂചന ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല എന്തിൻ്റെയോ ഒരു വോട്ട് ചെയ്ത് എന്തൊക്കെയോ കാര്യങ്ങൾ നേടണം എന്നൊരു ബോധ്യം അവിടുത്തെ വോട്ടർമാർക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ബംഗാളിൽ നിന്ന് ഏറ്റവും അധികം തൊഴിലാളികൾ അന്യ സംസ്ഥാനങ്ങളിൽ പണിയെടുക്കുന്നു. കേരളത്തിൽ നടന്നടക്കം ലക്ഷക്കണക്കിന് ബംഗാളികളാണ് ഈ സമയത്ത് വോട്ട് ചെയ്യാനായി പോയത്. 92%, പോളിംഗ് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക അന്യ സംസ്ഥാന തൊഴിലാളികളും സ്വന്തം സംസ്ഥാനത്തേക്ക് മടങ്ങിയിട്ടുണ്ട്. ട്രെയിനുകളും മറ്റും വിമാനങ്ങളും ഒന്നും ലഭ്യമല്ലാത്തത് കാരണം ബസ്സുകളിലാണ് കേരളത്തിൽ നിന്നും ബംഗാളിലേക്ക് ഈ വോട്ട് ചെയ്യാനായി ബംഗാളികൾ പോയത്. കാരണം വോട്ട് ചെയ്ത് അവിടെ ഒരു മാറ്റം വരുത്തണമോ അല്ലെങ്കിൽ മാറ്റം ഒഴിവാക്കണമോ എന്തോ ഒരു കാര്യം വോട്ടർമാരുടെ മനസ്സിലുണ്ട് എന്ന് വ്യക്തമാണ്. അവർ വളരെയധികം ത്യാഗം സഹിച്ച് അവർ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. അതിന് ഈ തമിഴ്നാട്ടിലെ പോലെ 2 or 3 മുന്നണികളുടെ ഒന്നും സാന്നിധ്യം അവിടെയില്ല. അവിടെ തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള നേർക്ക് നേർ പോരാട്ടമാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം അപ്രസക്തമാണ്. ഇവർ രണ്ടുപേരും ശക്തമായ പ്രചരണം നടത്തുന്നു. വോട്ടർമാരെ നേരിൽ കണ്ട് ഓരോ വീടാന്തരം കയറിയിറങ്ങി. പ്രത്യേകിച്ചും BJPയുടെയൊക്കെ ഒരു വോട്ടിംഗ് പ്രചരണ രീതി എന്ന് പറയുന്നത് ആ രീതിയിലാണ്, ഒരു മൈക്രോ മാനേജ്മെൻ്റാണ്. അതാണ് ഈ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ BJPയുടെ വിജയം കണ്ടിട്ട് കോൺഗ്രസിന് വിശ്വസിക്കാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ്. ഇവർ കാടിളക്കി പ്രചണ്ഡമായ പ്രചരണം നടത്തുന്നു. BJP താഴെ തട്ടിലേക്ക് പ്രചരണം നടത്തുന്നു. അതായത് അവരുടെ പണ്ട് ഈ BJPയുടെ ഒരു വിജയം ആവർത്തിച്ച ഘട്ടത്തിലൊക്കെ പന്ന പ്രമുഖ് എന്നൊരു വാക്ക് എല്ലായിടത്തും പ്രശസ്തമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ വോട്ടർ പട്ടികയുടെ ഓരോ പേജിനും ഓരോ പ്രമുഖ് അവർ ഉണ്ടാക്കിയിരുന്നു. ഇത്തവണ അത് പകുതി പേജിന് ഓരോ പ്രമുഖ് എന്ന രീതിയിൽ പോലും ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രമാത്രം സംഘടന അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിരിക്കാം ഈ വോട്ടർമാർ അങ്ങേയറ്റം വോട്ടർമാരെ പേര് പറഞ്ഞുകൊണ്ട് വോട്ടിങ്ങിൽ പങ്കെടുക്കണം എന്ന് ഓരോ സ്ഥാനാർത്ഥിയും അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യം. അതാണ് ഈ വോട്ടിംഗ് ശതമാനം ഉയർത്തുന്നു. ജനങ്ങളുടെ ഒരു ആവേശത്തിൻ്റെ കാരണം അതാണ്. ഒരു പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടോ എന്നറിയില്ല. ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഭീഷണി, ഇതെല്ലാം കേന്ദ്രസേന നമ്മുടെ സംസ്ഥാനത്തുണ്ട്, നമുക്ക് ഭയരഹിതമായി വോട്ട് ചെയ്യാം, ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഏത് സംസ്ഥാനമാണെങ്കിലും അവിടെ ഒരു പോളിംഗ് ശതമാനം ഉയരുമ്പോൾ ഒരു ഭരണമാറ്റമായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ചില ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിദഗ്ധരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ കേരളത്തിലടക്കം ഇത്തവണ പോളിംഗ് ശതമാനം കൂടിയപ്പോൾ പറഞ്ഞു ഒരു ഭരണമാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇനി നമുക്ക് 2ാം ഘട്ടം കൂടി നോക്കേണ്ടിയിരിക്കുന്നു. അതെ, ആ ഒരു ഘട്ടത്തിൽ കൂടി എന്താണ് സംഭവിക്കുക? 29-നാണ് 2ാം ഘട്ടം. 2ാം ഘട്ടത്തിലും ഇതുപോലൊരു പാറ്റേൺ തന്നെയായിരിക്കും ആവർത്തിക്കുക. എനിക്ക് തോന്നുന്നു BJPയുടെ ശക്തി കേന്ദ്രങ്ങളായ വടക്കൻ ബംഗാൾ പ്രദേശങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത
തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടം തിരഞ്ഞെടുപ്പ് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മണ്ഡലങ്ങൾ കൈവിട്ടു പോകാതിരിക്കുക. എന്നാലും അവിടെയും 77 സീറ്റുകൾ പിടിക്കുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ മികച്ചൊരു വിജയം തന്നെയായിരിക്കും BJPയെ തേടി എത്തുക. അപ്പോൾ BJPക്ക് മറ്റ് രാജ്യസുരക്ഷാപരമായ ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ സിലിഗുരി കോറിഡോർ അടങ്ങുന്ന ഭാഗം കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുക, മറ്റത് ബാക്കിയുള്ളവ സംസ്ഥാനമാക്കി മാറ്റുക എന്നൊരു കേട്ടുകേൾവി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആഭ്യന്തര മന്ത്രാലയം അത് പരിഗണിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല, നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകരുത്, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി പശ്ചിമ ബംഗാളിലെ ഗവർണറെ മാറ്റിയിട്ടുണ്ട്. ഗവർണർ CV ആനന്ദ ബോസിനെ മാറ്റി കുറച്ചുകൂടി കർക്കശക്കാരനായ RN രവിയെ ബംഗാളിൽ എത്തിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ബംഗാളിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വളരെ കൃത്യമായ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഓപ്പറേഷൻ നടക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു തെളിവായി നമുക്കതിനെ കാണാം. ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും അവിടെ 2-3 ദിവസം ചിലവഴിച്ചു. രണ്ടുപേരും ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പുമായി അനുബന്ധിച്ച് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പരിധിവരെ മാത്രമേ സംഘടനാപരമാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അമിത്ഷാ ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിനെ അവിടെ ക്യാമ്പ് ചെയ്ത് നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് സംഘടനാപരമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കാം. പക്ഷെ അതിനപ്പുറം ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കൂടി ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ. അപ്പോൾ ബംഗാളിൽ എന്തോ വലിയ മാറ്റം, അതിപ്പോൾ ഗവൺമെൻറ് മാറിയാലും ഇല്ലെങ്കിലും വലിയ മാറ്റം നടക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണത്. കേന്ദ്രസേന തൽക്കാലം പിന്മാറില്ല എന്ന് അമിത്ഷാ കൂടി പറയുക കൂടി ചെയ്യുമ്പോൾ അത് നമുക്ക് നിസ്സംശയം ഉറപ്പിക്കാം. ഘട്ടം ഘട്ടമായി പിൻവലിക്കാനായിരിക്കും. കാരണം ഈ ബംഗാളിലെ കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പുകൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. പോളിംഗ് ഡേയിലും അക്രമം ഉണ്ടാവും, അതെ, റിസൾട്ടിംഗ് ഡേയിലും അക്രമം ഉണ്ടാവും. ഇത്തവണ വളരെ കുറവാണ്. വളരെ കുറവാണ്. ഇതൊന്നുമല്ല, പോളിംഗ് ഡേയിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണമായിരുന്നു പണ്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നും, ഇപ്പോൾ ഒരു മരണം പോലും ഉണ്ടായില്ല. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വോട്ടിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ക്രൂരമായ കൊലപാതക പരമ്പരയാണ്. കഴിഞ്ഞ തവണ 100 കണക്കിന് BJP പ്രവർത്തകരെയാണ് കൊന്നൊടുക്കിയത്. അതിനു മുമ്പ് CPM പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ തന്നെയാണ്. നിരവധി CPM പ്രവർത്തകരെ ഓടിച്ചിട്ട് തല്ലി. മാത്രമല്ല അവരെല്ലാം ഒട്ടനവധി ആൾക്കാരെ കൊലപ്പെടുത്തി അവരെല്ലാം സംസ്ഥാനം വിട്ട് പോകേണ്ടി വന്നു. ഭവനരഹിതരായി പോയിട്ടുള്ള ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു ലഹള തെരഞ്ഞെടുപ്പിന് ശേഷം പല ഘട്ടങ്ങളിലും നടന്നിട്ടുള്ള സംസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്രസേന ഈ ഒരു ഘട്ടത്തിലെങ്കിലും തുടരും എന്ന് നമുക്ക് ഈ ഒരു സമയത്ത് ഉറപ്പിക്കാം. ഏതായാലും നമുക്ക് പറയാം, ഒരു രാഷ്ട്രീയ വിജയം എന്നതിലുപരി ഒരു കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഭാവിയിൽ നമ്മുടെ രാജ്യസുരക്ഷയെ സംബന്ധിച്ചിട്ട് ഏറെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അവിടെ BJPയെ സംബന്ധിച്ച് ജയിക്കുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഏതായാലും 24 മണിക്കൂർ എനിക്ക് തോന്നുന്നു ഉറങ്ങാതെ പ്രവർത്തിക്കുന്ന ഒരു BJP ക്യാമ്പ് തന്നെയായിരിക്കും നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അമിത്ഷായും അടക്കം അവിടെ ഉറങ്ങാതെ തന്നെ അവിടെ പ്രവർത്തിക്കുന്ന ഒരു BJP ക്യാമ്പ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി രണ്ടാം ഘട്ടം വരുമ്പോൾ നമുക്ക് അവിടെ ആ ദിവസം എത്രത്തോളം ഉണ്ട് പോളിംഗ് ശതമാനം എന്നും കൂടി നോക്കാം. തീർച്ചയായിട്ടും മെയ് 4-ന് അറിയാം എന്തായിരിക്കും ഈ പറഞ്ഞ പോളിംഗ് ശതമാനം ഉയർത്തി ജനങ്ങൾ അവിടെ വോട്ട് ചെയ്തത് ഒരു ഭരണമാറ്റത്തിനാണോ അതോ തുടർഭരണം തന്നെ ഞങ്ങൾക്ക് മതി എന്നുള്ളതാണോ എന്നറിയില്ല. തീർച്ചയായിട്ടും മെയ് 4-ന് നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും പശ്ചിമ ബംഗാളിലെ റിസൾട്ട് എന്നുള്ളത്. അതുവരേക്കും നന്ദി, നമസ്കാരം.